വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതപ്പം ഞാൻ പുട്ടിയിട്ട് പൗഡറിട്ട് കൺമശിയിട്ട് കോലം ഇപ്പം കണ്ടാലോ 4 ദിവസം വെള്ളം കാണാത്തൊരു സാധനം. അല്ല, ഇരിപ്പ് തുടങ്ങിയിട്ട് 2 മണിക്കൂറായില്ലേ? അല്ല, ഡോക്ടറെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ നേരത്തെ വന്നു പോയി, അത്രയേ ഉള്ളൂ. എന്നാലും ആരെങ്കിലുമൊക്കെ പഴിച്ചാരിയ ഒരു സുഖം. അല്ല, ഇരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ സമയമായല്ലോ, ഇനൊന്ന് എണീറ്റ് നടക്കാം. വേണ്ട, ചിലപ്പോൾ സീറ്റ് പോയാലോ അല്ലേ. കുറച്ച് സമയം കൂടെ എല്ലാവരും കണ്ണുരുട്ടി അങ്ങോട്ട് ഇരിക്കാം. അല്ല, കണ്ണുരുട്ടി നോക്കിയിരിക്കാം. ഇതാണ് എൻ്റെ ഡോക്ടറുടെ മുറി. ഡോക്ടർ ബുഷ്ര കെ. ചുമരിലൊക്കെ ഇത്രയും നോട്ടീസും പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഞാനിപ്പോഴാണ് നോക്കുന്നത്. അല്ല, ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഇരിക്കുന്നതും, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചു. കുറേ സമയമായി അതിലെ വള്ളിയും കുത്തും പുള്ളിയും ഒക്കെ എണ്ണി എടുത്തിട്ടുണ്ട്. ഇന്നങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ കുറേ വെള്ളം കുടിച്ചു, തണുപ്പുള്ളതും ചൂടുള്ളതും. എനിക്ക് അയക്കുമ്പോൾ വരാട്ടാ. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു ബോർഡ് ചാരി വെച്ചിരുന്നു, അതപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ. അതെപ്പോഴെങ്കിലൊക്കെ ആവട്ടെ. ഇരുന്നിരുന്ന് കുറച്ച് ഗ്ലാമർ കൂടിയോ ഞാൻ? ഇല്ലല്ലേ, കണ്ണ് മഞ്ഞളിച്ചിട്ടാ. അടിച്ചു വരി തുറക്കാൻ ചേച്ചി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അത് നോക്കിയിരിക്കാം. ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലേ, ഏതായാലും കുറച്ച് സമയം ഇരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ മുക്കും മൂലയൊക്കെ ഒന്ന് അറിയാൻ പറ്റി. ഇനി തുടക്കണ ചേച്ചിയുടെ വരവ് എൻ്റെ അടുത്തേക്ക്. ഇനിയിപ്പോൾ കയ്യും കാലൊക്കെ പൊക്കി കൊടുക്കേണ്ടി വരൂലേ? ഡോക്ടർ വന്നു വന്നു വന്നു. അപ്പോൾ ഇനി പോകാൻ സമയമായി. അപ്പോൾ ഇനി എന്നെ ഇപ്പം സിസ്റ്റർമാർ വിളിക്കും, മഹജിബിൻ. അപ്പം ഞാൻ ചെല്ലും. ഇനി കുറച്ച് സമയം സമാധാനത്തിലിരിക്കാം. ഇവിടെ ഒരു കൊച്ചുണ്ടിട്ടോ എൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ കൊച്ചിനൊന്നും കണ്ടില്ലല്ലോ. എന്താ കുറച്ച് നേരം കൊച്ചിനെയും കൊഞ്ചിച്ച് അങ്ങോട്ട് ഇരിക്കാം. കുറച്ച് സമയം ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വിതറാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ക്യൂട്ട്നെസ്, ഒരുമാതിരി ബോറ് ക്യൂട്ട്നെസ്. അയ്യേ അയ്യേ, കുട്ടികളൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ നല്ല സ്റ്റൈലായിട്ട് ക്യൂട്ട്നെസ് ഇടണ്ടേ? എന്തോന്ന്, ഡോക്ടർ കണ്ടപ്പോൾ എൻ്റെ അലവലാത്ത ലുക്കൊക്കെ കണ്ട് പോയില്ലേ? ഇല്ലേ? പോയിന്നേ, ശരിക്കും നോക്ക്. ഇല്ലേ? ഉണ്ടെന്നേ. അല്ല, എന്തപ്പത് വിളിക്കാത്തത്? നേരം കുറച്ച് സമയമായല്ലോ. ഇനിയിപ്പോൾ വിളിക്കാൻ കാത്തിരുന്ന സമയം പോകും. ഇല്ല, വിളിച്ചോളും. വിളിക്കണം, വിളിക്കും. അല്ലാ, ഒരു പായ കിട്ടിയിരുന്നെങ്കിൽ നാട്ടു നിവർത്തി കാലിൽ നിന്നിട്ട് കിടക്കായിരുന്നു. ഞാൻ കൂട്ടുകാരനെ അവർ കണ്ടുപോകും. നടക്കരുത്. കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ഇവരും തന്നെ വിളിക്കാത്തേ? ഞാനിപ്പോൾ കാര്യം. അല്ല, എൻ്റെ പേരിന് വായിക്കാൻ കിട്ടിയിട്ട് മാറ്റി വെച്ചതാണോ? നീ റിസ്ക് പിടിച്ച പേരാണല്ലോ, മഹിച്ച. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നല്ലേ വിളിക്കണേ? അല്ലേ? ഞാൻ പോയിട്ട് വരാട്ടോ.